ലതീഷ, മലബാറിൽ പെരുന്നാൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പേ കേട്ടത് ഹുസൈൻ മടവൂരിന്റെ പെരുന്നാൾ ദിന സന്ദേശമാണ്. മലബാറിലെ പെരുന്നാൾ വിശേഷങ്ങൾ എങ്ങനെ? ഒപ്പം ഹുസൈൻ മടവൂരിന്റെ പെരുന്നാൾ ദിന സന്തോഷത്തെക്കുറിച്ച് കൂടി. ആര്യ, വടക്കൻ കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ അത്യാഹ്ലാദപൂർവ്വം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ പ്രത്യേക പ്രാർത്ഥനയും പെരുന്നാൾ നിസ്കാരവും പള്ളികളിൽ നടന്നു. മഴ പരിഗണിച്ചുകൊണ്ട് പൊതു ഈദ്ഗാഹുകൾ ഇത്തവണ ബലിപെരുന്നാളിന് ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് പാളയം പള്ളിയിലാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, മതത്തിന് തീവ്രവാദമില്ല, തീവ്രവാദത്തിന് മതവുമില്ല, സഹോദര്യത്തോടെ എല്ലാവരും കഴിയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വിഘ്നം വരുത്തുന്ന ചില നടപടികൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ കരുതിയിരിക്കണം. എല്ലാവരും സ്നേഹത്തോടും സഹോദര്യത്തോടും കൂടി കഴിയണം. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞത്. എന്തായാലും വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ എല്ലാ ജില്ലകളിലും പെരുന്നാൾ ദിനത്തിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതരാണ് പ്രധാനപ്പെട്ട പള്ളികളിൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും ഇനി ഉച്ച കഴിഞ്ഞ് ബലി നൽകൽ ചടങ്ങാണ് ബലിപെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ആ പ്രക്രിയയിലേക്ക് വിശ്വാസികൾ കടക്കും. ബന്ധുവീടുകൾ സന്ദർശിച്ചും അതേപോലെ തന്നെ പ്രധാന വിനോദ കേന്ദ്രങ്ങളിലെത്തിയുമെല്ലാം വലിയ ആഘോഷത്തോടെ അത്യാഹ്ലാദത്തോടെ തന്നെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് വടക്കൻ കേരളത്തിലെയും ഇസ്ലാം മത വിശ്വാസികൾ. ആര്യ.